സാറിൻ്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? അത് വാട്ടർ ടാങ്ക് ആയി മാറി, എന്താണ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഞാൻ NRI ആയിരുന്നു. ഓ ശരി. 1990 മുതൽ ഞാൻ വിദേശത്ത് ജോലി ചെയ്യാണ്. ഓക്കെ. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ ഫീൽഡിലായിരുന്നു. ഞങ്ങളുടെ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തായിരുന്നു ഒരു ഡ്രില്ലിംഗ് കമ്പനിയുടെ ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ആ കമ്പനി അമേരിക്കൻ കമ്പനി ആയിരുന്നു. അന്നത്തെ ഓയിലിൻ്റെ വില $17. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ പുതിയ ഓയിൽ കിണർ കുഴിക്കില്ല. ഓക്കെ. നിലവിലുള്ളതിൻ്റെ മെയിൻ്റനൻസ് ആണ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് റിഗാണ്, ഓഫ്ഷോർ റിഗാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചത്താലും 10,000 ജീവിച്ചാലും 10,000 എന്ന് പറയുന്ന, അതായത് ഈ സാധനം കടലിലേ നിൽക്കുള്ളൂ. 3 കാലങ്ങളിലാണ് നിൽക്കുക. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് $100 million. അപ്പോൾ ഇത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോരാൻ പറ്റില്ല. അപ്പോൾ ഇത് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ മെയിൻ്റനൻസ് ക്രൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ടൈപ്പ് ജനങ്ങളാണ് ഉള്ളത്. ഓക്കെ. ഒന്നിൻ്റെ പേര് എക്സ്പാട്രിയേറ്റ്സ്, ഒന്നിൻ്റെ പേര് TCN എന്ന് പറഞ്ഞാൽ തേർഡ് കൺട്രി നാഷണൽ. നമ്മളൊക്കെ അതാണ്. അപ്പോൾ എക്സ്പാട്രിയേറ്റ്സിന് 28 ആണ് അവരുടെ റൊട്ടേഷൻ. 28 ദിവസം അവർക്ക് ജോലി, 28 ദിവസം ലീവ്. TCN ആകുമ്പോൾ 56 ദിവസം ജോലി, 28 ദിവസം ലീവ്. അപ്പോൾ ഇവർ റിഗിൽ ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് ഫുഡും നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ കാറ്ററിംഗ് ക്രൂ അവിടെ വേണം. ദെൻ അവിടെ വേറെ കറണ്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാറ്റ് D7050 എന്ന് പറഞ്ഞ ജനറേറ്ററാണ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചത്താലും 10,000 ജീവിച്ചാലും 10,000.